തമിഴ് മക്കളെ വണക്കം, മലയാളി മക്കളെ നമസ്കാരം. അപ്പോൾ ഞാൻ സൂര്യനെല്ലിയിലാണുള്ളത്. ഈ ഒരു സിനിമയുണ്ടല്ലോ, പൂക്കാലം വരവായി സിനിമയിൽ ജയറാം ഒരു കുട്ടിയെ നാട് കാണിക്കാൻ വന്നിട്ട് പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയില്ലേ, അതുപോലെ ഞാനും പെട്ടു നിൽക്കുവാണ്. എൻ്റെ കൂടെ ഒരു അതിഥിയുണ്ട്, തുമ്പിക്കുട്ടിയുണ്ട്. പക്ഷെ ഇപ്പൊ തുമ്പി പറയുന്നത് തൊടുപുഴയ്ക്ക് പോകുന്നില്ല, സൂര്യനെല്ലി തന്നെ താമസിക്കാൻ ആണെന്നാണ്. ഇഷ്ടപ്പെട്ട സ്ഥലം? ഇപ്പൊ എവിടെ പോവാ? തുമ്പി പരിചയപ്പെട്ടതാണ്, എൻ്റെ സ്കൂളിലെ ടീച്ചറിന്റെ മോനാണ്. അപ്പൊ അവന്റെ വീട്ടിലോട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് പോവുകയാണ്. ആദ്യമായിട്ടാണ് അവള് സൂര്യനെല്ലി കാണുന്നതും. അപ്പൊ നമുക്ക് വ്ളോഗിലേക്ക് പോയാലോ? അയ്യോ, അതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ. പുറത്ത് നല്ല വെയിലാണ്, പക്ഷെ നല്ല തണുപ്പും കാറ്റും, ഒരു പ്രത്യേക തരം ക്ലൈമറ്റ്. വെയിലും മഴയും ഒരുമിച്ച് വന്നാൽ കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ വെയിലും ഭയങ്കര തണുപ്പും കാറ്റും വന്നാൽ അത് ഏത് ജീവിയുടെ കല്യാണമാണോ എന്തോ. അങ്ങനെ തുമ്പിക്കുട്ടി താഴെ എത്തിയിട്ടുണ്ട്. നമ്മൾ അന്ന് പോയില്ലേ ഒരു കാട്ടിനുള്ളിൽ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്? അവിടെയാണ് ഹിന്ദി ടീച്ചറിന്റെ വീട്. പക്ഷേ ഇത്ര നാളായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോണത്. ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്തൂടെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് ആ വെള്ളച്ചാട്ടം കാണാൻ പോയ ആ ഒരു വഴിയില്ലേ, അതാണ്. അപ്പോൾ പോണ വഴിക്ക് ഒരു പട്ടിക്കുട്ടിയെ കണ്ടു. കുട്ടികൾക്ക് വീക്ക്നെസ് ആണല്ലോ, അതുകൊണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് തുമ്പിക്കുട്ടി ക്യൂട്ട്നെസ് വാരി വിതറി. വയസ്സൊത്തിരി ആയതുകൊണ്ട് ഞാൻ ക്യൂട്ട്നെസ് വാരി വിതറാതെ അങ്ങ് നടക്കുവാണ്. RRD ഇല്ലേ, റാപ്പിഡ് റെസ്പോൺസ് ടീം, അതിൻ്റെ ആ ഒരു ഓഫീസാണ് കേട്ടോ അവിടെ കാണുന്നത്. ഈ വഴി നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഈ വഴിയാണ് നമ്മളന്ന് വെള്ളച്ചാട്ടം, കാട്ടിനകത്തൊരു വെള്ളച്ചാട്ടമല്ലല്ലോ, കാട്ടിൻ്റെ അകത്തൊരു അരുവി കാണാൻ പോയില്ലേ, ഒരു ഭൈരവ ക്ഷേത്രമൊക്കെ ഉള്ള ഒരു ആ വഴിയാണ് കേട്ടോ. ഈ ടൗൺ ഏരിയയിലൊക്കെ ജീവിക്കുന്ന കുട്ടികൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം എക്സൈറ്റ്മെൻ്റ് അല്ല, ഒരു പ്രത്യേകതരം വെപ്രാളമാണ്. തുമ്പി അങ്ങനെ കിടന്ന് ഓടുമായിരുന്നേ. ഇതുവഴി വാ പെണ്ണേന്നോ, എന്നെ വലിച്ചുകൊണ്ട് പോവാണ് ഗൈസ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കൊച്ച്. പതുക്കെ വഴി അറിയോ താഴോട്ട്. അങ്ങനെ അവസാനം നമ്മൾ ഹിന്ദി ടീച്ചർ താമസിക്കുന്ന മലമുകളിൽ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി ശബരിമലയിൽ എങ്ങാനാണ് ടീച്ചർ താമസിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയും പടികളാണെന്നേ. തുമ്പിയൊക്കെ സ്പീഡിൽ കയറിപ്പോയി. നമ്മളൊക്കെ 90കളിലായിരുന്നല്ലോ കുട്ടികൾ. അങ്ങനെ ഞാൻ എന്നെ കളിയാക്കുന്നില്ല കേട്ടോ. എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ നല്ല സ്പീഡിൽ ഓടി കയറി. ഈശ്വര, മുട്ട് തന്നെ മാറിയോ എന്തോ. അങ്ങനെ നമ്മൾ ഹിന്ദി ടീച്ചറിൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. തുമ്പി കുറച്ച് നേരം അവിടെ എന്തിനോ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന്, പിന്നെ അങ്ങോട്ട് മടി കൂടാതെ നിന്ന്. അപ്പോൾ തുമ്പിയെ കാത്ത് ഹിന്ദി ടീച്ചറിൻ്റെ അമ്മ, ഹിന്ദി ടീച്ചറിൻ്റെ കൊച്ച് അപ്പുകുട്ടൻ, പിന്നെ അടുത്ത വീട്ടിലെ കുട്ടി യാദേശ്, ഇത്രയും പേര് അവിടെ തുമ്പിക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടിയേ. ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. ആ മലയുടെ പൊക്കത്ത് ആനയൊക്കെ വന്ന് നിൽക്കുമായിരുന്നു ഇത്രേ. ഇപ്പം അങ്ങനെ വരാറില്ല, ആനകൾ കുറവായിരിക്കുമല്ലോ. കുറവാണോന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാൽ എന്തിനാ വെറുതെ അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. കുട്ടികൾ വന്നു അവരുടേതായിട്ടുള്ള കളികളിൽ ഏർപ്പെടാൻ തുടങ്ങിയിട്ടോ. വാര്യര് പറയണ പോലെ ഇനി അവരുടെ കാലമല്ലേ. അപ്പോൾ കുറച്ചു നേരം എന്തൊക്കെയോ കളിച്ചിട്ട് പിന്നെ ക്രിക്കറ്റിലേക്കാണ് കിടക്കുന്നത്. തുമ്പി ഏതാണ്ട് വർഷങ്ങളായിട്ട് എന്തോ ക്രിക്കറ്റ് കളിക്കുന്ന രീതി കോൺഫിഡൻസോട് കൂടിയിട്ട് ചെന്ന്, അപ്പോൾ ദേ ബാറ്റ് തിരിച്ചു പിടിച്ചപ്പോൾ യാദേശ് ശരിയാക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ കുട്ടികൾ കളിക്കാൻ പോയിട്ടുണ്ടെങ്കിലാണ് ചെറിയ കറക്ഷൻസൊക്കെ, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പെരുമാറേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കുകയുള്ളൂ. ഒരു നിമിഷം ഞാൻ സൈക്കോളജിക്കൽ കൗൺസിലറായി പോയി വ്ളോഗിൻ്റെ ഇടയിൽ. ശരിക്കും പറഞ്ഞാൽ മൊബൈൽ ഫോൺ യൂസേജ് ഒക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ല വഴി ഇങ്ങനെ കുട്ടികൾ കളിക്കുമ്പോഴാണ്. അപ്പോൾ പറയുമായിരിക്കും, കളിക്കാനൊക്കെ എവിടെയാ സമയം, അല്ലെങ്കിൽ കളിക്കാനും സ്ഥലമില്ല, അല്ലെങ്കിൽ കളിക്കാൻ കൂടെ ആരും ഇല്ല, ഇപ്പം പിള്ളേരൊന്നും ഇല്ലാന്ന്. അപ്പോൾ നമ്മൾ പേരൻസ് കളിക്കണം. കണ്ടോ, അപ്പൂൻ്റെ കൂടെ അപ്പൂൻ്റെ അച്ഛൻ കളിക്കണ പോലെ. ഓഹോ, ഇതാണോ വിരാട് കോഹ്ലി? 2 ബോൾ തട്ടിയപ്പോഴത്തേക്കും വിരാട് കോഹ്ലി ആണെന്നാണ് അവൾ പറഞ്ഞത്. ഇനി എങ്ങാനും ഒരു 5-6 ബോൾ തട്ടിയിരുന്നെങ്കിൽ അവൾ ആരുടെ പേര് പറഞ്ഞേനെ. അപ്പോൾ ഇനി ഭക്ഷണത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്കും എനിക്കും ഒരേപോലെ ഇഷ്ടമുള്ള കാര്യം നല്ല കപ്പയും മീൻകറിയും ഒക്കെ ഹിന്ദി ടീച്ചർ പാവട്ടോ കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. തുമ്പിക്ക് കറിയൊക്കെ ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ വയറ് നിറച്ച് ഒരുമിച്ചിരുന്ന് കഴിച്ചു. പിന്നെ കുട്ടികൾ അവരുടെ കളികൾ മാത്രം കളിച്ചാൽ പോരല്ലോ, നമ്മുടെ 90s കിഡ്സിൻ്റെ കളിയൊക്കെ കളിക്കണ്ടേ. ഒരു മീൻ പോയി, അത് ഹിന്ദി ടീച്ചറിൻ്റെ കൂടെ ഇരുന്നിട്ട് എല്ലാവരും കളിക്കുമായിരുന്നേ പിള്ളേർ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തോരം വെറൈറ്റി ആയിട്ടുള്ള കളികൾ നമുക്കറിയാമല്ലേ. ഇതുപോലെ ഇത് കുട്ടിയും കോലും, പിന്നെ സാറ്റ് കളി, എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. പക്ഷെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടേത്. ഇത് നമ്മൾ കളിച്ചിട്ടില്ലേ, നിങ്ങൾ കളിച്ചിട്ടില്ലേ? ഒരമ്മ കടയിൽ പോയി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്നുള്ള കളികളൊക്കെ വേണമല്ലോ. അപ്പോഴത്തേക്കും അപ്പുവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അപ്പുവിൻ്റെ പേരൻസ് മേടിച്ചു കൊടുത്തത് വന്നു കേട്ടോ. അത് ഒരുമിച്ചുള്ള അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. മറ്റേ ബോക്സിങ് കിറ്റായിരുന്നേ. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കാട് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ.
പിള്ളേര് ഫ്രണ്ടിൽ പോയി. അപ്പം നിങ്ങളും വായോ. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാ പോകുന്നേ? അങ്ങനെ നമ്മൾ നട്ടുച്ചയ്ക്ക് കാട് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. തുമ്പി ആദ്യമായിട്ടാണ് ഒരു കാടെന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വരുന്നത് തന്നെ. ഇത്രയും അധികം മരങ്ങൾ അവൾ ഒരുമിച്ച് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു അരുവി നമ്മൾ നേരത്തെ പോയിട്ടുള്ളതല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലമാണിത്. ഇവിടെ വന്ന് ഇരിക്കാനും അല്ലെങ്കിൽ ആ ഒരു അരുവിയുടെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ നല്ല രസമാണ്. കാട്ടരുവിയാണ്. അങ്ങനെ നമ്മൾ കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാട്? ഇങ്ങനെയല്ലായിരുന്നു. ഈ കാട്ടിൻ്റെ അങ്ങോട്ട് ഞാനും ആദ്യമായിട്ടാട്ടോ വരുന്നത്. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഡെൻസ് ഫോറസ്റ്റ് ആയിരുന്നു. ഇത് മരങ്ങളുണ്ട്, പക്ഷെ കൂടുതലും പുല്ലൊക്കെയാണ്. അപ്പോൾ ഇതേ ഇങ്ങനെ ഹിന്ദി ടീച്ചറിൻ്റെ കയ്യം പിടിച്ചിട്ട് തുമ്പി കാടിനെ അറിയുകയാണ്. അപ്പോൾ കാടിൻ്റെ നടുക്കൊരു ഒറ്റപ്പെട്ട ഒരു ഓറഞ്ച് മരമാണെന്ന് തോന്നുന്നു നിൽക്കുന്നതാണ് ടീച്ചർ കാണിച്ചു കൊടുക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അപ്പു യാത്ര? തുമ്പി കാട് കാണാൻ എങ്ങനെയുണ്ട്? യാദേശേ കാട് എങ്ങനെയുണ്ട്? അതുകൊണ്ട് ഉങ്ക ഊര് താനാ. കുട്ടികളുടെ ഓരോ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഹിന്ദി ടീച്ചർ നമ്മളെ നയിക്കുവാണ് കേട്ടോ. ശരിക്കും ഇതുവഴി ആന വരുമോ, ഇതുവഴി ആനയ്ക്ക് ഓടാൻ പറ്റുമോ എന്നൊക്കെ തുമ്പി ചോദിക്കുന്നുണ്ടായിരുന്നു. കാണുന്നതാണല്ലേ ആനയിറങ്ങൽ. കണ്ടോ തുമ്പി? ഡാം കണ്ടോ? വെള്ളം കണ്ടോ? തുമ്പിക്കുട്ടി നോക്കിയേ, കണ്ടോ? ഇഷ്ടപ്പെട്ടോ? അവിടെ നിന്ന് നോക്കി ആനയിറങ്ങൽ ഡാം കാണാട്ടോ. പിന്നെ ഇതേ നോക്കി കാടിന് നടുക്ക് ഒരു ഒറ്റപ്പെട്ട പണി തീരാത്ത വീട്. ഒരു ഹൊറർ എക്സ്പീരിയൻസ് ഒക്കെ തോന്നും അവിടെ നിന്നിട്ടുണ്ട്, തന്നെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ എങ്ങാനും ആന വന്നാലോ, അതുകൊണ്ട് നമ്മൾ ഈ കാട്ടിലൂടെ ഉള്ള യാത്ര അവസാനിപ്പിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കാറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല കാറ്റ്. ശരിക്കും ഇടുക്കിയിലെ കാറ്റ് തന്നെയാണ് കാറ്റ്. മധ്യ കേരളത്തിലെ കാറ്റാണ് കാറ്റ്. കണ്ടോ, ഒരു പ്രത്യേകതരം കാറ്റാണ്. അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് പിള്ളേർ സംഘം എന്തോ ഒരു പ്ലാനിങ് നടത്തുന്നുണ്ട്, എന്തിനാണെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ കാട് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, ഏലത്തോട്ടം ആരുടെയോ സ്വകാര്യ വസ്തുവാണെന്ന് തോന്നുന്നു. അങ്ങനെ ഏലത്തോട്ടവും കണ്ട് നമ്മൾ ഇറങ്ങുന്നത് ഇത് സ്വകാര്യ സ്ഥലമാണ്, മറ്റേ ഫോറസ്റ്റിൻ്റെ ഏരിയ അല്ല. അപ്പം അവിടെ നിന്ന് പിള്ളേർ കുറേ വിറകൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. പിന്നെ തുമ്പി സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുമായിരുന്നു. വീഴാതെ അവൾ ട്രൈ ചെയ്ത് നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ അവൾ കയറി കേട്ടോ. ആദ്യമായിട്ടാണ് അവൾ അങ്ങനത്തെ ഒരു വഴി കൂടെയൊക്കെ നടക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കുന്ന സമയത്താണ് വിറകം കൊണ്ട് ഒരു ചേച്ചി വരുന്നുണ്ട് കേട്ടോ. വിറക് പറക്കി വരുന്ന നോക്കിക്കേ. ഇപ്പോഴത്തെ കാലത്തൊന്നല്ല, നമ്മുടെ ഒരു ജീവിത സാഹചര്യങ്ങളിൽ ഇപ്പോൾ വിറക് പറക്കേണ്ട കാര്യമില്ലല്ലോ, വിറകില്ലല്ലോ. ഞാൻ എൻ്റെ നാട്ടിലെ കാര്യമായിട്ടോ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ജീവിതം കാണുമ്പോഴാണ് നമ്മളൊക്കെ എത്രത്തോളം ബ്ലെസ്ഡ് ആണ്, നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മളിന്ന് വേറൊരു വഴിയിലൂടെയാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പുൻ്റെ അച്ഛൻ തുമ്പിയുടെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാറപ്പുറത്ത് കൂടെയുള്ള അതിസാഹസികമായിട്ടുള്ള ട്രക്കിങ്ങിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹിന്ദി ടീച്ചറിൻ്റെ അമ്മയും നമ്മളെല്ലാം വീട്ടിലെത്തിയിട്ട് പിള്ളേർ ഈ വിറകമ്പ് പറക്കിയത് എന്തിനാണെന്നറിയാമോ? നട്ടുച്ചയ്ക്ക് ഒരു ക്യാമ്പ് ഫയർ നടത്താൻ വേണ്ടിയിട്ട്. ശരിക്കും അവരുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് അവരത് നോക്കിക്കേ. അപ്പവും യാദേശും ഒക്കെ ഭയങ്കര പാട്ട് വെച്ച് ഡാൻസായിരുന്നു കേട്ടോ. തുമ്പിക്ക് ആദ്യം കുറച്ച് മടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വിറകൊക്കെ കത്തിച്ച് വെച്ച് ക്യാമ്പ് ഫയറൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൾ കാണുന്നത്. പിന്നെ അവർ കൈയെല്ലാം പിടിച്ച് തുമ്പീനെ ഡാൻസൊക്കെ കളിപ്പിച്ച് ഒരു ഭയങ്കര സെറ്റായി. എന്തായാലും ഈ ഒരു 2 ദിവസം തുമ്പിയുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു നിമിഷം സമ്മാനിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റി. അപ്പോൾ പോട്ടെ, അടുത്ത വീഡിയോ കാണാവേ. ബൈ ഫ്രം വർഷ വിയോ.